ഒരാഴ്ചത്തെ വരുമാനം ഗസയ്ക്കായി നീക്കിവെക്കാൻ ഖത്തറിലെ ദാറുൽ ഷർഗ് മീഡിയ ഗ്രൂപ്പ്, ദി പെൻസുല, അൽ ഷർഗ്, അൽ അറബ് എന്നീ പത്രങ്ങളുടെ വരുമാനമാണ് ഗസയിലെ ദുരിതബാധിതരിലേക്ക് എത്തിക്കാൻ തീരുമാനിച്ചത്. 2025 നവംബർ 16 മുതൽ 22 വരെയുള്ള കാലയളവിലെ വിൽപ്പന വരുമാനമാണ് ഗസയ്ക്കായി നീക്കിവെക്കുന്ന രാജ്യത്തെ ഏറ്റവും വലിയ വികസന പദ്ധതികളിലൊന്നായ സ്പോർട്സ് സിറ്റിക്കായി ബഹ്റൈൻ ഒരുങ്ങുന്നു. സദേൺ ഗവർണറേറ്റിൽ 50,000 കാണികളെ ഉൾക്കൊള്ളാൻ ശേഷിയുള്ള സ്റ്റേഡിയം, 10,000 പേരെ ഉൾക്കൊള്ളാൻ കഴിയുന്ന മൾട്ടിപർപ്പസ് ഇൻഡോർ ഹാൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള ഫുട്ബോൾ പിച്ചുകൾ, അത്ലറ്റിക്സ് ട്രാക്കുകൾ എന്നിവ പദ്ധതിയുടെ ഭാഗമായി ഒരുക്കും. 10 കോടിയിലധികം ദിനാർ ചെലവഴിച്ചായിരിക്കും ആദ്യഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ. കുവൈത്തിൽ സ്വർണവും വിലയേറിയ ലോഹ വ്യാപാരങ്ങളും നിയന്ത്രിക്കുന്നതിൽ വാണിജ്യ വ്യവസായ മന്ത്രാലയം കർശന നടപടി പ്രഖ്യാപിച്ചു. ഈ മേഖലയിലെ ഇടപാടുകൾ പണമായി നടത്താൻ പാടില്ലെന്നും മന്ത്രാലയം വ്യക്തമാക്കി. പകരം കുവൈറ്റ് സെൻട്രൽ ബാങ്ക് അംഗീകരിച്ച നോൺ ക്യാഷ് മാർഗങ്ങൾ വഴിയാണ് എല്ലാ പേയ്മെന്റുകളും നടത്തേണ്ടത്. സാമ്പത്തിക സുതാര്യത ഉറപ്പാക്കാനും കള്ളപ്പണം വെളുപ്പിക്കൽ തടയാനും നിയമവിരുദ്ധ പണമൊഴുക്ക് നിയന്ത്രിക്കുന്നതിന്റെയും ഭാഗമായാണിത്. വിവിധ കാർഷിക ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതികൾക്ക് മുൻകൂർ രജിസ്ട്രേഷൻ നിർബന്ധമാക്കി ഒമാൻ. ഉൽപ്പന്നങ്ങൾ ഒമാനിൽ എത്തുന്നതിന് മുൻപ് കാർഷിക വകുപ്പിൽ രജിസ്റ്റർ ചെയ്യണമെന്നാണ് മന്ത്രാലയം അറിയിച്ചത്. വിവിധ കാർഷിക ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി ഒമാനിൽ എത്തുന്നതിന് മുമ്പ് കാർഷിക വകുപ്പിൽ രജിസ്റ്റർ ചെയ്യണമെന്നാണ് കൃഷി, മത്സ്യബന്ധന, ജലവിഭവ മന്ത്രാലയം അറിയിക്കുന്നത്. തക്കാളി, ഉരുളക്കിഴങ്ങ്, കാബേജ്, ക്യാരറ്റ്, തണ്ണിമത്തൻ, തേൻ, ഈന്തപ്പഴം തുടങ്ങി നിരവധി ഉൽപ്പന്നങ്ങൾക്ക് ഈ നിർദ്ദേശം ബാധകമാണ്. മുൻകൂർ രജിസ്ട്രേഷൻ ഇല്ലാതെ ഒമാനി തുറമുകളിലെത്തുന്ന ഇത്തരം ഉൽപ്പന്നങ്ങളുടെ ഒരു ഷിപ്മെന്റും സ്വീകരിക്കില്ല. കൂടാതെ രജിസ്റ്റർ ചെയ്യാത്ത ചരക്കുകളുടെ ഉത്തരവാദിത്തം മന്ത്രാലയം ഏറ്റെടുക്കുകയുമില്ല. ഇറക്കുമതിക്കാർ മന്ത്രാലയം നൽകിയിട്ടുള്ള ഇമെയിൽ വിലാസത്തിൽ രജിസ്ട്രേഷൻ അപേക്ഷകൾ സമർപ്പിക്കണം. ആവശ്യമായ എല്ലാ രേഖകളും നൽകുകയും അംഗീകൃത ആരോഗ്യ കാർഷിക മാനദണ്ഡങ്ങൾ പാലിക്കുകയും വേണം. ഉപഭോക്തൃ സുരക്ഷ, ദേശീയ കാർഷിക ചട്ടങ്ങൾ പാലിക്കൽ എന്നിവ നിലനിർത്തുന്നതിന് ഈ നടപടി അനിവാര്യമാണെന്നും മന്ത്രാലയം പറയുന്നുണ്ട്. മീഡിയ 1, മസ്കത്ത്. കുവൈത്ത് അന്താരാഷ്ട്ര വിമാനത്താവള വികസന പദ്ധതിയുടെ 3ാം ഘട്ടം 88% പൂർത്തിയായതായി ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ അറിയിച്ചു. 14 മാസത്തിനുള്ളിൽ കിഴക്കൻ റൺവേ പുനർനിർമ്മിക്കാൻ തയ്യാറെടുപ്പുകൾ പുരോഗമിക്കുകയാണെന്നും അധികൃതർ വ്യക്തമാക്കി. പുതിയ പാസഞ്ചർ ടെർമിനൽ പ്രവർത്തനക്ഷമമാകുന്നതിന് മുന്നോടിയായി വ്യോമഗതാഗത സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തുക എന്നതാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. എയർ നാവിഗേഷൻ സംവിധാനങ്ങളും 3 റൺവേകളും ഉൾപ്പെടുത്തി 11 ഉപപദ്ധതികൾ നടപ്പിലാക്കുന്നതായി DGCA ഡയറക്ടർ എഞ്ചിനീയർ അഹമ്മദ് ഹുസൈൻ അറിയിച്ചു. ദുബായ് വിമാനത്താവളത്തിലെ ടെർമിനൽ 3-ൽ നിന്ന് എമിറേറ്റ്സ് വിമാനത്തിൽ യാത്ര ചെയ്യുന്നവർക്ക് പാസ്പോർട്ടോ മറ്റു രേഖകളോ പുറത്തെടുക്കാതെ നടപടികൾ പൂർത്തിയാക്കി വിമാനത്തിൽ കയറാൻ സൗകര്യം വരുന്നുണ്ട്. ഇതിനായി യാത്രക്കാരുടെ മുഖം തിരിച്ചറിയുന്ന 200 ബയോമെട്രിക് ഡിറ്റക്ടിംഗ് ക്യാമറകൾ വിമാനത്താവളത്തിൽ സ്ഥാപിക്കാൻ ഒരുങ്ങുകയാണ് ദുബായ് അധികൃതർ. എന്താണ് ഈ സൗകര്യം, എങ്ങനെയാണ് ഇത് സാധ്യമാകുന്നത് എന്ന് പരിശോധിക്കാം. ന്യൂസ് ഡെസ്കിൽ നിന്ന് നജ്മ ചേരുന്നുണ്ട്. നജ്മ, വിശദീകരിക്കാമോ? എമിറേറ്റ്സിൽ യാത്ര ചെയ്ത യാത്രക്കാർക്ക് ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ ദുബായിൽ നിന്ന് വരുന്നൊരു വാർത്ത. ദുബായ് വിമാനത്താവളത്തിൽ എമിറേറ്റ്സ് യാത്രക്കാർ ഇനി ക്യൂ നിൽക്കണ്ട എന്നുള്ളതാണ്. സാധാരണ നമ്മളൊരു യാത്രയ്ക്കായി, ഫ്ലൈറ്റിലൊരു യാത്രയ്ക്കായി ഒരുങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും വലിയ നടപടികളിലൂടെയൊക്കെ കടന്നു പോകണം. ഇമിഗ്രേഷൻ, ബോർഡിംഗ് പോലെയുള്ള ഒരുപാട് നടപടികളുണ്ട്. അപ്പോൾ അതിനായിട്ട് നമ്മളെപ്പോഴും ക്യൂ നിൽക്കേണ്ടി വരും, കാത്തു നിൽക്കേണ്ടി വരും. എന്നാൽ ഇനി എമിറേറ്റ്സിൽ യാത്ര ചെയ്യുന്ന ആളുകൾക്ക് അങ്ങനെ ക്യൂ നിൽക്കണ്ട എന്നുള്ളതാണ്. യാത്രക്കാരുടെ നടപടികൾ വേഗത്തിലാക്കുന്നു. ടെർമിനൽ 3-ൽ 200 ഫേഷ്യൽ റെക്കഗ്നീഷൻ ക്യാമറകൾ വരുന്നു എന്നുള്ളതാണ്. ഈ ക്യാമറകളായിരിക്കും ഇനി നമ്മൾ യാത്രക്കാരെ തിരിച്ചറിയുന്നത്. ഇനി നമ്മൾ നേരിട്ട് മറ്റ് ഉദ്യോഗസ്ഥരുമായിട്ടോ അല്ലെങ്കിൽ മറ്റ് അവിടെയുള്ള ജോലിക്കാരുമായിട്ടോ ഒന്നും നടപടികളിലേക്കൊന്നും പോകേണ്ട കാര്യമില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ അവിടെയുള്ള നടപടിക്രമങ്ങൾ വേഗത്തിൽ പൂർത്തിയാക്കാൻ സാധിക്കും. അവിടെ 200 ഫേഷ്യൽ റെക്കഗ്നീഷൻ ക്യാമറകൾ ദുബായ് എയർപോർട്ടുകളിൽ വരുന്നു എന്നുള്ളതാണ്. രജിസ്റ്റർ ചെയ്ത യാത്രക്കാരെ ക്യാമറകൾ തിരിച്ചറിയും. രജിസ്ട്രേഷന് വേണ്ടി മറ്റ് പ്രോസസ്സുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനു മുമ്പ് രജിസ്റ്റർ ചെയ്ത ആളുകളെ ക്യാമറകൾ തിരിച്ചറിയും എന്നുള്ളതാണ്. ഇനി 1 മീറ്റർ അകലെ നിന്ന് യാത്രക്കാരനെ ഈ സാങ്കേതിക വിദ്യ തിരിച്ചറിയും. 1 മീറ്റർ അകലെ നിന്ന് പോലും യാത്രക്കാരനെ തിരിച്ചറിയാൻ ഈ സാങ്കേതിക വിദ്യയ്ക്ക് കഴിയും എന്നുള്ളതാണ്. ഏതൊരു എമിറേറ്റ്സ് ഉപഭോക്താവിനും എമിറേറ്റ്സ് ആപ്പ്, സെൽഫ് സർവീസ് കയോസ്ക്, ചെക്ക് ഇൻ കൗണ്ടർ എന്നിവയിലൂടെ രജിസ്റ്റർ ചെയ്യാം. അപ്പോൾ ആദ്യ നടപടി എന്ന് പറയുന്നത് രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ്. അതിനാദ്യം എമിറേറ്റ്സിൻ്റെ ആപ്പ് അല്ലെങ്കിൽ സെൽഫ് സർവീസ് കയോസ്ക് വഴിയോ ചെക്ക് ഇൻ കൗണ്ടർ വഴിയോ നമുക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഇനി എങ്ങനെ രജിസ്റ്റർ ചെയ്യാമെന്നുള്ള ചോദ്യത്തിനുള്ളൊരു മറുപടിയാണ് എമിറേറ്റ്സ് ആപ്പിലോ ചെക്ക് ഇനിലോ
സൈൻ അപ്പ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ ചുവടുവെപ്പ്. രണ്ടാമതായി യാത്രക്കാർ എമിറേറ്റ്സ് സ്കൈവാർഡ്സ് അംഗങ്ങളായിരിക്കണം എന്നുള്ളതാണ്. അതൊരു മാനദണ്ഡമാണ്. നമ്മൾ സ്കൈവാർഡ്സ് അംഗങ്ങളായിരിക്കുന്നവർക്ക് മാത്രം ഇതിന് രജിസ്ട്രേഷൻ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി പാസ്പോർട്ട് സ്കാൻ ചെയ്ത് ബയോമെട്രിക് ഉപയോഗത്തിന് സമ്മതം നൽകണം. ഇതെല്ലാം ഇതിൻ്റെ ഓരോ പടിപടികളായിട്ടുള്ള കാര്യങ്ങളാണ്. ഇതിന് ശേഷം 18 വയസ്സ് പിന്നിട്ടിരിക്കണം എന്നുള്ളത് മറ്റൊരു മാനദണ്ഡം കൂടിയാണ്. ഇനി ചെക്കിൻ്റെ ഒരു പ്രോസസ്സ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, രേഖകൾക്ക് പകരം കയോസ്കുകളിൽ മുഖം തിരിച്ചറിയൽ സൗകര്യം ഉപയോഗിക്കുക. ശേഷം ഫ്ലൈറ്റ് ട്രാൻസ്ഫറുകൾക്കും ബയോമെട്രിക്സ് ഉടൻ തന്നെ ലഭ്യമാകും. പിന്നെ ഇനി അടുത്ത നടപടി എന്ന് പറയുന്നത് ഇമിഗ്രേഷനാണ്. പാസ്പോർട്ട് കൺട്രോളിലൂടെ സഞ്ചരിക്കാൻ ടെർമിനൽ മുന്നിൽ GDRFA സ്മാർട്ട് ഗേറ്റുകൾ ഉപയോഗിക്കുക. ശേഷം ലോഞ്ച് ആക്സസ് ആണ്. യോഗ്യരായ യാത്രക്കാർക്ക്, ഇത്രയും ഉള്ള എല്ലാ പടികളും കടന്നെത്തുന്ന യാത്രക്കാർക്ക് കോൺകോഴ്സ് ബിയിലെ എമിറേറ്റ്സ് ലോഞ്ചുകളിൽ 5 ഗേറ്റുകളിൽ ഫേഷ്യൽ റെക്കഗ്നീഷൻ വഴി പ്രവേശിക്കാമെന്നുള്ളതാണ്. ഇനി അവസാനമായി ബോർഡിംഗ് ആണ്. കോൺകോഴ്സ് A, B, C എന്നിവയിലൂടെ നീളമുള്ള ഡിപ്പാർച്ചർ ഗേറ്റുകളിൽ ബയോമെട്രിക് ബോർഡിംഗ് അനുവദിക്കും. ബോർഡിംഗ് പാസ് കാണിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. അപ്പോൾ കാര്യങ്ങൾ വളരെ എളുപ്പമാവുകയാണ്. എമിറേറ്റ്സ് യാത്രക്കാർക്കാണ് ഈ സന്തോഷ വാർത്ത ദുബായിൽ നിന്ന് വരുന്നത്. ധന്യ. ശരി നജ്മ. ബിൻ ഖമീസ് ട്രേഡിംഗ് കമ്പനിയുടെ 17ാമത് ശാഖയ്ക്ക് റിയാദിൽ തുടക്കമായി. അസിസി മാർക്കറ്റിലാണ് പുതിയ ബ്രാഞ്ച്. ഉപഭോക്താക്കൾക്ക് കൂടുതൽ സൗകര്യമൊരുക്കുന്നതിന്റെ ഭാഗമായാണ് വിപുലീകരണം. ഉദ്ഘാടന ചടങ്ങിൽ നിരവധി പേർ പങ്കെടുത്തു. വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുണ്ട് ബിൻ ഖമീസ് ട്രേഡിംഗ് കമ്പനിക്ക്. 8 ജീവനക്കാരുമായി തുടങ്ങിയ സംരംഭം ഇന്ന് 450 ജീവനക്കാരുള്ള വലിയ കമ്പനിയായി വളർന്നു. ദിനേന 5 മില്യൺ റിയാലിലധികം വിറ്റുവരവുള്ള ഗ്രൂപ്പിന്റെ 17ാമത് ശാഖക്കാണ് തുടക്കമായത്. റിയാദിലെ അസീസിയ മാർക്കറ്റിലാണ് പുതിയ ബ്രാഞ്ച്. ഉദ്ഘാടന ചടങ്ങിൽ ഗ്രൂപ്പ് ഫൗണ്ടർമാരായ ഷൗക്കത്ത് അലി, മുഹമ്മദ് ജാഫർ, ഹമീദ് പന്നിക്കടയിൽ, മുഹമ്മദ് ഫൈസൽ, മുഹമ്മദ് മുസ്തഫ, ഡയറക്ടർമാരായ മുഹമ്മദ് റിസാർ, മുഹമ്മദ് കുട്ടി, കുഞ്ഞീദു അരിക്കാട്, അബ്ദുൾ റൌഫ് തുടങ്ങിയവർ ഭാഗമായി. ഇതിൽ വലിയ സന്തോഷവും അഭിമാനവും ഞങ്ങൾക്ക് തോന്നുന്നുണ്ട്. ഇനിയും ഒരുപാട് ഇത്തരം എല്ലാ സാധനങ്ങളും ലഭ്യമാകുന്ന പുതിയ സംരംഭങ്ങളാണ് ബിൻ ഖമീസിൻ്റെ ലക്ഷ്യം. ആ ലക്ഷ്യത്തിലേക്കുള്ള നടത്തത്തിലാണ് നമ്മളുള്ളത്. ഗ്രോസറി, ബെവറേജസ്, കൺഫെക്ഷണറി, ഫ്രോസൺ, കോസ്മെറ്റിക്സ്, ടോയ്സ് തുടങ്ങി വിവിധ വിഭാഗങ്ങളിലെ വിശാല ശേഖരമാണ് ഉപഭോക്താക്കളെ കാത്തിരിക്കുന്നത്. FMCGയിലെ എല്ലാ ഐറ്റംസിലേക്കും നമ്മൾ കസ്റ്റമറിലേക്ക് എത്തിക്കാൻ നമ്മൾ ഇതിലൂടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. വരും വർഷങ്ങളിൽ എല്ലാ ഐറ്റംസും കിട്ടുന്ന ഒരുപാട് മാർക്കറ്റുകൾ തുടങ്ങണമെന്നാണ് നമ്മുടെ ആഗ്രഹം. സൗദി FMCG വിപണിയിൽ ശക്തമായ സാന്നിധ്യം, ഉപഭോക്താക്കളുടെ സൗകര്യം വർദ്ധിപ്പിക്കൽ, കുറഞ്ഞ വിലയിൽ ഉൽപ്പന്നം ലഭ്യമാക്കൽ തുടങ്ങിയവയാണ് ഗ്രൂപ്പിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. മീഡിയ 1, റിയാദ്. കുവൈത്ത് ഉൾക്കടലിൽ മെയ്ഡ് മത്സ്യബന്ധനം അനുവദിച്ചതിനെ തുടർന്ന് മാർക്കറ്റിൽ മെയ്ഡ് മത്സ്യങ്ങളുടെ ലഭ്യത ഗണ്യമായി വർദ്ധിച്ചു. മത്സ്യവിപണി നിയന്ത്രിക്കാനും ലേലങ്ങളിൽ അന്യായമായ വിലവർധന തടയാനും പബ്ലിക് അതോറിറ്റി ഫോർ മാൻപവറുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നതായും കുവൈത്ത് മത്സ്യത്തൊഴിലാളി യൂണിയൻ ചെയർമാൻ അബ്ദുള്ള അൽ സർഹീദ് അറിയിച്ചു. മെയ്ഡ് മത്സ്യങ്ങളുടെ സമൃദ്ധമായ വിതരണം ഉറപ്പാക്കാനും വില നിയന്ത്രിക്കാനും യൂണിയൻ നടപടി സ്വീകരിക്കുന്നുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. ബഹ്റൈനിൽ ഡെലിവറി ഡ്രൈവർമാർ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ഉപഭോക്താക്കളുടെ ഐഡന്റിറ്റി കാർഡുകളുടെ ഫോട്ടോ എടുക്കുന്നത് നിരോധിച്ചു. ഉപഭോക്താക്കളുടെ സ്വകാര്യതയും വ്യക്തിഗത വിവരങ്ങളുടെ സുരക്ഷയും ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് തീരുമാനം. സൗദിയിൽ മാർക്ക് ആൻഡ് സേവിന്റെ 3ാം ഗ്ലോബൽ ആനിവേഴ്സറി സെലിബ്രേഷൻ പ്രഖ്യാപിച്ചു. ആഘോഷങ്ങളുടെ ഭാഗമായി 40 വിജയികൾക്ക് വർഷം മുഴുവൻ സൗജന്യ ഷോപ്പിംഗ് അവസരം നൽകും. പ്രത്യേക പ്രൊമോഷനുകളും ആനിവേഴ്സറിയുടെ ഭാഗമായി ലഭ്യമാക്കും. 3ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായാണ് വിവിധ ഓഫറുകൾ. ലക്കി ഡ്രോയിലൂടെ തിരഞ്ഞെടുക്കുന്ന 40 വിജയികൾക്ക് വർഷം മുഴുവൻ സൗജന്യമായി ഷോപ്പിംഗ് നടത്താം. 500 വിജയികൾക്ക് 200 റിയാലിന്റെ ഷോപ്പിംഗ് വൗച്ചറും ലഭ്യമാകും. ആദ്യ ഡ്രോ ഈ മാസം 30-നും 2ാം ഡ്രോ ഡിസംബർ 31-നും നടക്കും. ഇതിനു പുറമെ കില്ലർ ഓഫറുകളും പ്രത്യേക പ്രൊമോഷനുകളും ലഭ്യമാകും. 1000-ലധികം ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവും ഒരുക്കും. ഫ്രീ ട്രോളി, ഗീവ് അവേ, ബിരിയാണി ആൻഡ് കേക്ക് മത്സരങ്ങൾ,
സ്പിൻ ആൻഡ് വിൻ ഗെയിംസ്, ലൈവ് മ്യൂസിക്കൽ നൈറ്റ്സ്, ഗ്ലോബൽ ഫുഡ് ഫെസ്റ്റിവൽ തുടങ്ങിയ വൈവിധ്യമാർന്ന പരിപാടികളും സംഘടിപ്പിക്കും. ഓഫറുകളും ആഘോഷ പരിപാടികളും സൗദിയിലുടനീളം ലഭ്യമാകും. GCCയിലാകെ ആനിവേഴ്സറി ആഘോഷങ്ങൾ സംഘടിപ്പിക്കാനുള്ള തീരുമാനത്തിലാണ് നിലവിൽ മാനേജ്മെന്റ്. മീഡിയ 1 റിയാദ്. മീഡിയ 1ന്റെ മറ്റൊരു വാർത്തയിലേക്ക്. സൗദിയിൽ മാർക്ക് ആൻഡ് സേവിന്റെ 3ാം ഗ്ലോബൽ ആനിവേഴ്സറി സെലിബ്രേഷൻ പ്രഖ്യാപിച്ചു. ആഘോഷങ്ങളുടെ ഭാഗമായി 40 വിജയികൾക്ക് വർഷം മുഴുവൻ സൗജന്യ ഷോപ്പിംഗ് അവസരം നൽകും. പ്രത്യേക പ്രമോഷനുകളും ആനിവേഴ്സറിയുടെ ഭാഗമായി ലഭ്യമാക്കും. സൗദിയിൽ മീഡിയ 1 സംഘടിപ്പിക്കുന്ന സൂപ്പർ സ്മാഷ് ബാഡ്മിന്റൺ ടൂർണമെന്റിന് റിയാദിൽ വേദിയാകും. തലസ്ഥാനത്തെ വിവിധ ക്ലബ്ബുകളുടെ സഹകരണത്തോടെ 40-ലേറെ കാറ്റഗറികളിലായാകും മത്സരങ്ങൾ. റിയാദിലെ റായിദ് പ്രോ കോർട്ടാണ് വേദി. ഡിസംബർ 11-12 തീയതികളിലായാണ് മത്സരങ്ങൾ. പുറമേ നിന്നുള്ള താരങ്ങളും പ്രാദേശിക മികവുകാരും ഒരുമിച്ച് അണിനിരക്കുന്ന സൂപ്പർ സ്മാഷിനാണ് റിയാദ് ഡിസംബറിൽ സാക്ഷ്യം വഹിക്കുക. 2 പതിറ്റാണ്ടായി സൗദിയിലെ ബാഡ്മിന്റൺ ക്ലബ്ബുകളിലെ പ്രതിനിധീകരിച്ച് അന്താരാഷ്ട്ര വേദികളിൽ ഇന്ത്യക്കാരും മലയാളികളുമുണ്ട്. കായിക മേഖലയിൽ ദ്രുതഗതിയിൽ വളർച്ച നേടുന്ന സൗദി അറേബ്യയിലെ പ്രവാസി ബാഡ്മിന്റൺ പ്രതിഭകളുടെ മാറ്റുരക്കലായിരിക്കും മത്സരം. ആദ്യമായാണ് മീഡിയ 1 സൗദിയിൽ ബാഡ്മിന്റൺ മത്സരമൊരുക്കുന്നത്. മത്സരത്തിന്റെ പ്രഖ്യാപനം റിയാദിലെ ദുറത്ത് മലാബ് സ്റ്റേഡിയത്തിൽ വെച്ചായിരുന്നു. വിവിധ ബാഡ്മിന്റൺ ക്ലബ്ബ് ഭാരവാഹികളുടെ സാന്നിധ്യത്തിൽ മീഡിയ 1 CEO മുഷ്താഖ് അഹമ്മദ് പ്രഖ്യാപനം നിർവഹിച്ചു. ഒരുപാട് ക്ലബ്ബുകളുണ്ട് സൗദി അറേബ്യയിൽ. അപ്പോൾ അതെല്ലാവരും കൂടി ഒരു കൈകോർത്തിട്ട് മീഡിയ 1 ടേക്ക് കെയർ ഓഫ് ഒരു നേതൃത്വത്തിലോ അല്ലെങ്കിൽ ഒരു അണ്ടറിൽ നമുക്കതെല്ലാം കൂടി ഒരു ഗ്രാൻഡ് സക്സസ് ആക്കി ചെയ്യാന്നാണ് വിചാരിക്കുന്നത്. റിയാദിലെ റായിദ് പ്രോ കോർട്ടാണ് മത്സരത്തിന്റെ വേദി. ഒരാൾക്ക് 3 കാറ്റഗറിയിൽ വരെ മത്സരിക്കാം. ക്യാഷ് അവാർഡും ട്രോഫികളും വിജയികൾക്കുണ്ടാകും. മീഡിയ 1 ഇവിടെ കുറച്ചു കാലമായിട്ട് ഒരുപാട് ആക്ടിവിറ്റീസ് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ ബാഡ്മിൻ്റണിലേക്ക് ഒരു പുതിയ കാൽവെപ്പാണ്. എല്ലാവർക്കും പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. പിന്നെ നമ്മൾ പുറത്തുനിന്നൊക്കെ പ്ലേയേഴ്സിനെ കൊണ്ടുവരാനുള്ള പ്ലാനിങ്ങിലാണ്. പുരുഷ വനിതാ ഡബിൾസ്, മിക്സഡ് ഡബിൾസ്, ഫാമിലി ഡബിൾസ്, ജൂനിയർ വിഭാഗം മത്സരങ്ങൾ എന്നിവ ഇതിന്റെ ഭാഗമായി ഉണ്ടാകും. നമ്മളിപ്പോൾ ഇവിടെ നടക്കുന്ന ടൂർണമെന്റിൽ എല്ലാ രാജ്യക്കാരും കളിച്ചിട്ടുണ്ട്, പങ്കെടുക്കാറുണ്ട്. അപ്പോൾ ഒരു നല്ല ബാഡ്മിന്റണിന് നല്ലൊരു ചാൻസ് ഉള്ളൊരു സ്ഥലമാണ് ഇപ്പോൾ. ഡിസംബർ 11 വൈകിട്ടാണ് മത്സരങ്ങളുടെ തുടക്കം. രജിസ്ട്രേഷൻ ഉടൻ പ്രഖ്യാപിക്കും. മീഡിയ 1 റിയാദ്. ഒമാനിലെ പ്രവാസി വെൽഫെയർ കപ്പ് സീസൺ 3-ൽ യുണൈറ്റഡ് കേരള എഫ്സിക്ക് കിരീടം. പെനാൽറ്റി ഷൂട്ടൌട്ട് വരെ നീണ്ട വാശിയേറിയ ഫൈനലിൽ സൈനോ എഫ്സിയെ തോൽപ്പിച്ചാണ് കിരീട നേട്ടം. ടൂർണമെന്റിനോടൊപ്പം കിക്ക് ആൻഡ് കണക്ട് എന്ന പേരിൽ ഫാമിലി ഫെസ്റ്റും സംഘടിപ്പിച്ചു. പ്രവാസി വെൽഫെയർ കപ്പ് സീസൺ 3 കുടുംബങ്ങളുടെ ആഘോഷ ഇടവും കൂടിയായിരുന്നു. ഫുട്ബോൾ ടൂർണമെന്റ് കാണാനെത്തിയവരെയും വിവിധ മത്സരങ്ങളിൽ പങ്കെടുക്കാനെത്തിയ കുട്ടികളെയും കുടുംബങ്ങളെയും കൊണ്ട് മബേല അൽഷാദി ഗ്രൗണ്ട് നിറഞ്ഞു കവിഞ്ഞു. 16 ടീമുകൾ മാറ്റുരച്ച ടൂർണമെന്റിൽ യുണൈറ്റഡ് കേരള എഫ്സിയാണ് കിരീടം ചൂടിയത്. പെനാൽറ്റി ഷൂട്ടൌട്ട് വരെ നീണ്ട വാശിയേറിയ ഫൈനലിൽ സൈനോ എഫ്സിയാണ് തോൽപ്പിച്ചത്. നേതാജി എഫ്സി സെക്കൻഡ് റണ്ണറപ്പായി. പോരാട്ടമാണ് ഇവിടെ കാഴ്ചവെച്ചിരിക്കുന്നത്. ഇത് കിക്ക് ആൻഡ് കണക്ട് മെഗാ ഫാമിലി ഫിയസ്റ്റ എന്ന പേരിൽ കിഡ്സ് കോർണർ, ഹെർസോൺ, ബ്രോസോൺ ഇങ്ങനെ 3 സോണുകളിലായിട്ട് ഫുൾ ഫാമിലി മെഗാ ഫിയസ്റ്റയാണ്. എന്റർടൈൻമെന്റ് പ്രോഗ്രാമാണ്. അതോടൊപ്പം ഒമാനിലെ എണ്ണപ്പെട്ട അറിയപ്പെടുന്ന കരുത്തുറ്റ 16 ടീമുകൾ അണിനിരക്കുന്ന ഫുട്ബോൾ ടൂർ. മെഹന്തി ഫെസ്റ്റ് കുട്ടികൾക്കും മുതിർന്നവർക്കുമായി നിരവധി മത്സരങ്ങളും ഉൾപ്പെടെ കിക്ക് ആൻഡ് കണക്ട് എന്ന പേരിൽ സംഘടിപ്പിച്ച ഫാമിലി ഫെസ്റ്റ് ആയിരുന്നു സീസൺ 3യുടെ പ്രത്യേകത. ഫുട്ബോൾ മാത്രമേ ഉണ്ടാവുള്ളൂ എന്നാണ് പ്രതീക്ഷ. പക്ഷേ അതല്ല യഥാർത്ഥത്തിൽ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. സംഭവം ഫാമിലി വരുന്നവർക്കും എൻജോയ്മെന്റ് ചെയ്യാൻ പറ്റിയ കാര്യങ്ങളും ഉള്ള സമയത്ത് അവർക്കൊരു എൻജോയ്മെന്റ് എന്നുള്ളത് ഇതുപോലത്തെ ചെറിയൊരു പ്രോഗ്രാമാണ്. പക്ഷേ ആ പ്രവാസികൾക്ക് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന രീതിയിലാണ് ഇവർ പ്രോഗ്രാം കണ്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് സന്തോഷം. യുണൈറ്റഡ് കേരള എഫ്സിയെ കിരീടത്തിലേക്ക് നയിച്ച സഹീറാണ് ടൂർണമെന്റിലെ താരം. മികച്ച ഗോൾ കീപ്പർ യുണൈറ്റഡ് എഫ്സിയിലെ അജു ആണ്. മികച്ച ഡിഫൻഡറായി സൈനോ എഫ്സി താരം അസറും ടോപ്പ് സ്കോററായി ഷിയാസിനെയും തെരഞ്ഞെടുത്തു. വിജയികൾക്ക് പ്രവാസി വെൽഫെയർ പ്രസിഡന്റ് ഷമീർ കൊല്ലക്കാരൻ, ജനറൽ സെക്രട്ടറിമാരായ സാജിദ് റഹ്മാൻ, ഫൈസൽ ഇബ്രാഹിം എന്നിവർ ട്രോഫികൾ കൈമാറി. മീഡിയ 1 മസ്കത്ത്. കോഴിക്കോട് സ്വദേശി സൗദിയിലെ ജുബൈലിൽ മരിച്ചു. പയ്യോളി സ്വദേശി സുബീഷ് കങ്കാണി വളപ്പിലാണ് മരിച്ചത്. മൃതദേഹം
ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. നടപടികൾക്ക് ശേഷം മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകുമെന്ന് പ്രവാസി വെൽഫെയർ ജനസേവന വിഭാഗം കൺവീനർ സലീം ആലപ്പുഴ, ഹമീദ് പയ്യോളി എന്നിവർ അറിയിച്ചു. ജിദ്ദയിൽ മലപ്പുറം സ്വദേശി ഹൃദയാഘാതത്തെ തുടർന്ന് മരിച്ചു. വേങ്ങര ക്ലിനക്കോട് സ്വദേശി അബ്ദുൾ മജീദാണ് മരിച്ചത്. സ്വകാര്യ ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം. ജിദ്ദ KMCC വെൽഫെയർ വിങ്ങിന്റെ കീഴിൽ നടപടികൾ പൂർത്തിയാക്കി വരുന്നു. ഖത്തറിലെ കോൺഗ്രസ് പ്രവർത്തകരുടെ സംഘടനകൾ യോജിച്ച് പ്രവർത്തിക്കാൻ ധാരണയായി. പുതിയ കമ്മിറ്റിയെ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് പ്രഖ്യാപിച്ചു. ഏറെക്കാലത്തെ ചർച്ചകൾക്ക് ശേഷമാണ് ഒന്നിച്ച് മുമ്പോട്ട് പോകാനുള്ള കോൺഗ്രസ് ഗ്രൂപ്പുകളുടെ തീരുമാനം. പതിറ്റാണ്ടിലേറെയായി ഇൻകാസ് ഖത്തർ, OICC ഇൻകാസ് ഖത്തർ എന്നീ രണ്ടു ചേരികളിലായാണ് ഖത്തറിലെ കോൺഗ്രസ് പ്രവർത്തിച്ചിരുന്നത്. കഴിഞ്ഞ ആഴ്ച KPCC ഭാരവാഹികൾ ഖത്തറിൽ നടത്തിയ ചർച്ചകൾക്കൊടുവിലാണ് ഗ്രൂപ്പുകൾ മറന്ന് ഒന്നിക്കാനുള്ള നേതാക്കളുടെ തീരുമാനം. പ്രധാന ഭാരവാഹികൾക്ക് പുറമെ 11 വൈസ് പ്രസിഡന്റുമാരും 12 ജനറൽ സെക്രട്ടറിമാരും 16 സെക്രട്ടറിമാരുമുള്ള ജംബോ കമ്മിറ്റിയാണ് KPCC പ്രഖ്യാപിച്ചിട്ടുള്ളത്. സിദ്ദീഖ് പുറായിലാണ് ഇൻകാസ് സെൻട്രൽ കമ്മിറ്റിയുടെ പ്രസിഡന്റ്. ജനറൽ സെക്രട്ടറിയായി KV ബോബനെയും ട്രഷററായി ജീസ് ജോസഫിനെയും തെരഞ്ഞെടുത്തു. ഇൻകാസ് ഖത്തറിന്റെ നിലവിലെ പ്രസിഡന്റ് ഹൈദർ ചുങ്കത്തറ പുതിയ കമ്മിറ്റിയുടെ മുഖ്യ രക്ഷാധികാരിയായി. മുതിർന്ന നേതാക്കളായ KK ഉസ്മാൻ, മുഹമ്മദ് ഷാനവാസ്, ജോൺ ഗിൽബർട്ട്, ജോപ്പച്ചൻ തെക്കേക്കൂറ്റ് എന്നിവർ രക്ഷാധികാരികളായിരിക്കും. ഖത്തറിലെ മുതിർന്ന നേതാക്കൾ ഉൾക്കൊള്ളുന്ന അഡ്വൈസറി ബോർഡും രൂപവൽക്കരിച്ചിട്ടുണ്ട്. നേരത്തെ ഗ്രൂപ്പ് തർക്കം തീർക്കാനായി KPCC പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള നേതാക്കൾ ഖത്തറിലെത്തി ചർച്ച നടത്തിയിരുന്നുവെങ്കിലും പരിഹാരമുണ്ടാക്കാനായിരുന്നില്ല. തുടർ ചർച്ചകൾക്കായി കഴിഞ്ഞ മാസം ദോഹയിലെത്തിയ KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് PM നിയാസ്, അഡ്വക്കേറ്റ് സോണി സെബാസ്റ്റ്യൻ എന്നിവരുടെ നേതൃത്വത്തിൽ നടന്ന മാരത്തൺ കൂടിക്കാഴ്ചകൾക്ക് ശേഷമാണ് പുതിയ കമ്മിറ്റി നിലവിൽ വരുന്നത്. മീഡിയ 1 ദോഹ. ഒമാനിലെ പ്രവാസി എഴുത്തുകാരൻ രാജൻ V. കൊക്കൂരിയുടെ 5ാമത്തെ പുസ്തകം ബോൺ ടു ഡ്രീം എഡിഷൻ 2 പ്രകാശനം ചെയ്തു. മസ്കറ്റ് റുസൈലിൽ നടന്ന മലയാളം ഒമാൻ ചാപ്റ്ററിന്റെ കേരളപ്പിറവി ആഘോഷത്തിലായിരുന്നു പ്രകാശനം. ഇന്ത്യൻ ഇലക്ട്രോണിക്സ് കമ്പനിയായ BPLന്റെ 3 സ്ഥാപകരുടെ പ്രചോദനാത്മക കഥയുടെ ശ്രദ്ധേയമായ വിവരണമാണ് ഇതിവൃത്തം. മൺമറഞ്ഞ TPG നമ്പ്യാർക്കുള്ള സമർപ്പണം കൂടിയായാണ് രാജൻ V. കൊക്കൂരിയുടെ ഈ പുസ്തകം. UAE ഇന്ന് പതാക ദിനം ആചരിച്ചു. രാജ്യത്തെ മുഴുവൻ സ്ഥാപനങ്ങളിലും ഇന്ന് ദേശീയ പതാക ഉയർത്താൻ രാഷ്ട്ര നേതാക്കൾ ആഹ്വാനം ചെയ്തിരുന്നു. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് സർവീസിൽ നിന്ന് വിരമിച്ച മുതിർന്ന ഉദ്യോഗസ്ഥർക്കൊപ്പം എത്തിയാണ് അബുദാബിയിൽ പതാക ഉയർത്തിയത്. ഷാർജ ഇന്ത്യൻ അസോസിയേഷനിൽ നടന്ന ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് പ്രദീപ് നെന്മാറ പതാക ഉയർത്തി. രാഷ്ട്രപിതാവ് ഷെയ്ഖ് സായിദിന്റെ സ്ഥാനാരോഹണ ദിനമാണ് UAE പതാക ദിനമായി ആചരിക്കുന്നത്. മീഡിയ 1 UAE സോഷ്യൽ മീഡിയ പേജുകൾ 6 ലക്ഷം ഫോളോവേഴ്സ് പിന്നിട്ടതിന്റെ ആഘോഷം ദുബൈയിൽ നടന്നു. ദുബൈയിലെ ആസ്ഥാനത്ത് കേക്ക് മുറിച്ച് നേട്ടത്തിന്റെ മധുരം പങ്കിട്ടു. ജനറൽ മാനേജർ സൊബാബ് അലി, മിഡിൽ ഈസ്റ്റ് എഡിറ്റോറിയൽ ഹെഡ് MCA നാസർ, മീഡിയ സൊല്യൂഷൻസ് സീനിയർ മാനേജർ അഫ്നാസ് അനസ്, മുഹമ്മദ് മോസിൻ, അക്ഷയ് പേരാവൂർ തുടങ്ങിയവരുടെ നേതൃത്വത്തിലായിരുന്നു ആഘോഷം. ദുബൈയിലെ മികച്ച ഗാർഹിക തോട്ടങ്ങൾക്ക് നഗരസഭ അവാർഡ് നൽകുന്നു. ഈ വർഷം മൊത്തം 3 ലക്ഷം ദിർഹമിന്റെ പുരസ്കാരമാണ് വീട്ടുവളപ്പിലെ തോട്ടങ്ങൾക്ക് ലഭിക്കുക. സുസ്ഥിര മാനദണ്ഡങ്ങൾ പാലിച്ച് നിർമ്മിക്കുന്ന തോട്ടങ്ങൾക്കാണ് പുരസ്കാരം. ജലസേചനത്തിന്റെ മികവ്, വിളകൾ, സ്ഥലത്തിന്റെ വിനിയോഗം, മണ്ണ് പരിപാലനം തുടങ്ങി 10 മാനദണ്ഡങ്ങൾ അനുസരിച്ചായിരിക്കും മികച്ച തോട്ടത്തെ തെരഞ്ഞെടുക്കുക. ഫെമിനിച്ചി ഫാത്തിമ എന്ന സിനിമ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ വാരിക്കൂട്ടിയപ്പോൾ അത് UAEയിലെ പ്രവാസികൾക്ക് കൂടി അഭിമാന നിമിഷമായി മാറുകയാണ്. ഈ സിനിമയിലൂടെ മികച്ച നടിയായ ഷംല ഹംസയും സിനിമയുടെ നിർമ്മാതാവ് താമറും UAEയിലെ പ്രവാസികളാണ്. പൂർണ്ണമായും UAEയിൽ ചിത്രീകരിച്ച 1001 നുണകൾ എന്ന ചിത്രത്തിലൂടെയാണ് ഷംല ഹംസ എന്ന നടിയെ സിനിമാ ലോകം തിരിച്ചറിയുന്നത്. ഈ സിനിമ സംവിധാനം ചെയ്ത താമറാണ് ഫെമിനിച്ചി ഫാത്തിമയുടെ നിർമ്മാതാക്കളിൽ ഒരാൾ. ഈ സിനിമയിൽ ശ്രദ്ധേയ വേഷം ചെയ്ത സുധീഷ് കറിയ എന്ന കനേഡിയൻ പ്രവാസിയാണ് ഫെമിനിച്ചിയുടെ മറ്റൊരു നിർമ്മാതാവ്. ഇത്തവണ മികച്ച നവാഗത സംവിധായകനുള്ള അവാർഡ് നേടിയ ഫാസിൽ മുഹമ്മദ് 1001 നുണകൾ എന്ന സിനിമയുടെ സ്പോട്ട് എഡിറ്ററായിരുന്നു. പ്രവാസികൾക്ക് അവസരം കൊടുത്ത് പ്രവാസി സംവിധായകനും പ്രവാസികളായ നടീനടന്മാർക്കും അവസരം കൊടുത്തുള്ള 1001 നുണകൾ പൂർണ്ണമായും UAEയിൽ ചിത്രീകരിച്ച സിനിമയായിരുന്നു. കവിയും ഒപ്പോൾ നല്ലൊരു ഗായികയുമായ ഷംലയെ നമ്മൾ കണ്ടെത്തിയത് ഒരുപക്ഷെ ഒരു നിമിത്തമായി തോന്നുന്നു. ഏതായാലും സലീം അഹമ്മദ് എന്ന ദേശീയ അവാർഡ് ലഭിച്ച സംവിധായകന്റെ നേതൃത്വത്തിൽ TP സുധീഷും ഞാനും നിർമ്മിച്ച ചിത്രത്തിലൂടെ മുന്നോട്ട് വന്ന ഫാസിൽ മുഹമ്മദ് അടക്കമുള്ള സ്പോട്ട് എഡിറ്റർ ഇന്ന് നവാഗത സംവിധായകനുള്ള
സ്റ്റേറ്റ് അവാർഡ് ലഭിക്കുമ്പോൾ ഇരട്ടി മധുരമാണ്. ദുബൈയിൽ IT രംഗത്തും മാധ്യമ സ്ഥാപനത്തിലും ഉദ്യോഗസ്ഥയായിരുന്ന ഷംല ഹംസയെ ഓഡീഷനിലൂടെയാണ് 1001 നുണയിലേക്ക് കണ്ടെത്തുന്നത്. UAE പരസ്യ ചിത്രങ്ങളുടെ മേഖലയിൽ നിന്നെത്തിയ സംവിധായകനാണ് താമർ. 1001 നുണകൾ എന്ന സിനിമയിലെ സൗഹൃദമാണ് ഷംല, താമർ, ഫാസിൽ മുഹമ്മദ്, സുധീഷ് കറിയ എന്നിവരെ ഫെമിനിച്ചി ഫാത്തിമയിലേക്ക് എത്തിക്കുന്നതും. മീഡിയ 1 ദുബായ്.